റംലാൻ്റെ പുണ്യനാളുകളിലേക്കായിരുന്നു മറ്റൊരു യാത്ര. ചുവപ്പും നീലയും കലർന്ന ചായക്കൂട്ടിൽ പച്ചപ്പരവതാനിയിൽ ശ്രേഷ്ഠ മതഗ്രന്ഥങ്ങളുടെ പൊരുളുകൾ സ്പഷ്ടമായി കേൾക്കാം. പൊന്നാനിയിലെ പള്ളിയിലാണ്. ക്രിസ്തുവർഷം 1519 ഹിജ്റ വർഷം 925 കാലഘട്ടത്തിൽ സൈനുദ്ദീനാണ് ഈ പള്ളിയുടെ നിർമ്മാണമെന്ന് വില്യം ലോഗൻ തൻ്റെ മലബാർ ഡയറിയിൽ പറഞ്ഞിട്ടുണ്ട്. ശാന്തിയുടെ കബറുകൾ പള്ളിക്കാടുകളിൽ കാണാം. പള്ളിക്കകത്തെ എണ്ണവിളക്കിൻ്റെ ചരിത്രം പ്രസിദ്ധമാണ്. പുറത്തെ വിദ്യാലയങ്ങൾക്കപ്പുറമുള്ള അടച്ചുറപ്പുള്ള കുളം ശ്രദ്ധയാകർഷിച്ചു. വളരെ വൃത്തിയുള്ള ജലാശയം. ചരിത്രപ്രസിദ്ധമായ മിസ്രി മസ്ജിദിൽ പ്രവേശിക്കാൻ സാധിക്കാത്തതിൽ ഖേദമുണ്ട്. പൊന്നാനിയുടെ അഴിമുഖത്തിലേക്ക് ഒന്ന് പോയി വരാം. 20 രൂപയാണ് ടിക്കറ്റ് ചാർജ്. മൈസൂർ സുൽത്താൻ ഹൈദർ അലി 1766 വടക്കൻ കേരളം കീഴടക്കിയപ്പോൾ തുടക്കം കുറിച്ച തുറമുഖമാണ് പൊന്നാനി. വടക്കൻ കേരളത്തിൻ്റെ വാണിജ്യ, വ്യവസായ, നയതന്ത്ര മേഖലകളെല്ലാം തന്നെ വികസിപ്പിച്ചെടുത്ത ടിപ്പു സുൽത്താൻ്റെ പത്തേമാരികൾ നിരവധിയായി ഇവിടെ നങ്കൂരമിട്ടിട്ടുണ്ട്. നിരവധി സംസ്ഥാനങ്ങളിലേക്കുള്ള മത്സ്യ വ്യാപനത്തിൻ്റെ പലായനം വ്യക്തമായി കാണാം. അനവധി കച്ചവടക്കാർ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. വ്യത്യസ്ത മത്സ്യഗന്ധത്തിൻ്റെ ഗന്ധപ്പുരയിൽ എല്ലാം തന്നെ വ്യത്യസ്തമാണ്. ആളുകൾക്കിടയിലുള്ള വീണ്ടുവിചാരങ്ങളും അമർഷങ്ങളുമെല്ലാം അവർ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു. ഇവർ കാഴ്ചയിൽ ഹ്രസ്വചിത്രത്തിൻ്റെ പണിപ്പുരയിലാണ്. ഭാരതപ്പുഴയുടെ പൂമുഖത്തുള്ള നദീതീരമാണിത്. ആഴമേറിയ മത്സ്യബന്ധനങ്ങളിലേക്ക് ആളുകൾ പോവാൻ തയ്യാറെടുക്കുന്നു. മൂർത്തമായ കാഴ്ചപ്പാടുകളുള്ള ആളുകൾക്കിടയിൽ സാഹോദര്യവും സൗഹൃദവുമെല്ലാം ഇവിടെ കഥകൾ പറയുകയാണ്. പലയിടത്തും എന്നപോലെ പരസ്പരം വാഗ്വാദങ്ങളുള്ള കച്ചവട മേഖലയാണ് പല തുറമുഖങ്ങളും. വ്യത്യസ്തമായ മത്സ്യങ്ങൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ കച്ചവടക്കാർ. വ്യത്യസ്തമായവ, വില കൂടിയവ. തണുപ്പടിക്കാത്ത നിരവധി മത്സ്യങ്ങൾ കൈകോടെ നമുക്ക് വാങ്ങാം. കച്ചവട വാണിജ്യ തർക്കങ്ങളെല്ലാം ഇവിടെ പരോക്ഷമായി കാണാം. ചരക്ക് വ്യാപനം കൂടി ഈ തുറമുഖത്ത് തുടങ്ങിയാൽ കരിപ്പൂർ, തിരുപ്പൂർ, ലക്ഷദ്വീപ് അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ഇവിടെ നിന്ന് ചരക്കുകൾ കൈമാറാം. ഇവയിൽ പലതും മത്സ്യബന്ധനത്തിനായി പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. വിശപ്പടങ്ങാത്ത ഈ വെളുത്ത പൂച്ചയ്ക്ക് ഒരു കറുത്ത മീൻ കൊടുത്ത് വിപ്ലവം സൃഷ്ടിച്ചു. പരസ്പര സമ്മതത്തോടെ ബോട്ടിലേക്ക് പ്രവേശിച്ചു. ജെയിംസ് കാമറൂണിൻ്റെ ടൈറ്റാനിക് എന്ന ചിത്രം വെറുതെ മനസ്സിലോടിയെത്തി. പരന്നുകിടക്കുന്ന ഈ നീലാകാശത്തിൽ പരസ്പരമുള്ള ധാരണകൾ മാത്രം സാക്ഷ്യം വെച്ച് പലരും മത്സ്യബന്ധനത്തിനായി പോവുകയാണ്. ഇവയിൽ ചിലത് വിനോദസഞ്ചാരികൾക്കുള്ള ബോട്ടുകളാണോ എന്ന് സംശയം തോന്നി. ആ സംശയങ്ങൾ അധികം സങ്കീർണമല്ലാത്തതിനാൽ ആരോടും ഒന്നും ചോദിച്ചില്ല. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതാംശം ഇവിടെ കാണാം. മത്സ്യബന്ധനത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകൾ, അവർക്ക് വേണ്ടിയുള്ള വസ്ത്രങ്ങൾ, അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണങ്ങൾ, അത് ശേഖരിക്കുന്ന പാത്രങ്ങൾ, ഇതെല്ലാം ഇവിടെ ശ്രദ്ധാപൂർവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അവർക്കുള്ള ഭക്ഷണങ്ങളെല്ലാം കൊണ്ടുവരുന്ന വണ്ടിയാണിത്. ചുറ്റുപാടും കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്നുണ്ട്. ശരിക്കും ഈ മത്സ്യത്തൊഴിലാളികൾ ഒരു സാഹസികരാണ്, ഒരു നാവികരാണ്. ഇതാ അടുത്തൊരു സാഹസികൻ. ഒരുപക്ഷെ നമ്മൾ എല്ലാവരും തന്നെ സാഹസികരല്ലേ? ദൈനംദിന ചുറ്റുപാടുകൾക്ക് വേണ്ടി ജീവിക്കുന്ന സാഹസികർ. യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും. നന്ദി.